എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി കറുപ്പിക്കാൻ പറ്റിയ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ്. ഈ ഹെയർ ഡൈ തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില മുടി നല്ല പോലെ കറുത്ത് വരാൻ വേണ്ടിയിട്ടും മുടി തഴച്ചു വളരാനും സഹായിക്കുന്നു. മുരിങ്ങയില ആൻറ്റി ഫംഗൽ ആയതുകൊണ്ട് തലയോട്ടിയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറ്റുന്നു. വൈറ്റമിൻ സി അടങ്ങിയത് കൊണ്ട് തന്നെ അകാല നിറം മാറ്റാനും നല്ല കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്നു. ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ കുട്ടികൾ മുതൽ 30-40 വയസ്സായവരിലൊക്കെ മുടി നരച്ചത് കണ്ടുവരുന്നു. അങ്ങനെ മുടി നരച്ചതാവുമ്പോൾ പ്രായം കൂടുതലായിട്ടും തോന്നിക്കാറുണ്ട്. അങ്ങനെ തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പലതരം കെമിക്കൽ അടങ്ങിയ ഡൈകൾ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് കുറച്ച് മുടി മാത്രമേ നരച്ചിട്ടുള്ളെങ്കിലും പിന്നീട് അങ്ങോട്ട് കൂടുതൽ മുടി നരക്കാൻ ചാൻസ് കൂടുതലാണ്. മാത്രമല്ല പലതരം അലർജി പ്രശ്നങ്ങൾ വേറെയും. ഇങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആകുമ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. കുറച്ച് കൂടുതൽ ദിവസങ്ങളിൽ അടുപ്പിച്ചിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർക്ക് താടിയിലും മുടിയിലൊക്കെ വട്ടത്തിൽ മുടി കൊഴിഞ്ഞിട്ട് കാണാറുണ്ട്. അതിന് അലോപേഷ്യ എന്നാണ് പറയാറ്. മുരിങ്ങയില അരച്ച് പുരട്ടിയാൽ പെട്ടെന്ന് തന്നെ മാറി പുതിയ മുടി കിളിർത്ത് വന്നോളും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മുരിങ്ങയില കൊണ്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുക നമുക്ക് വീഡിയോ കണ്ടുവരാം. നമ്മുടെ ഇന്നത്തെ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒന്നാണ് മുരിങ്ങയില. ഞാനിവിടെ ഒരു 6 തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയില എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കഴുകി തുടച്ചെടുത്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഈ തണ്ടിൽ നിന്നും എടുത്ത് മാറ്റുന്നുണ്ട് മുരിങ്ങയില. ഇതിന് ചെറിയ തണ്ടൊന്നും പ്രശ്നമല്ല, അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. മുരിങ്ങയിലയെല്ലാം ഞാനിതാ അടർത്തി എടുത്തിട്ടുണ്ട് തണ്ടിൽ നിന്നും. ഇനി മുരിങ്ങ ഇലയുടെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ ഗുണം എല്ലാവർക്കും അറിയുന്നതാണ്. വീട്ടിൽ തന്നെ നട്ടുണ്ടാക്കിയ കറിവേപ്പില എടുക്കുമ്പോഴാണ് അത്രയും നല്ല ഗുണങ്ങൾ കിട്ടുന്നത്. ഇനി കറിവേപ്പില തണ്ടിൽ നിന്നും അടർത്തി ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം മുരിങ്ങ ഇലയുടെ അത്രയും തന്നെയാണ് ഞാൻ കറിവേപ്പില എടുത്തിട്ടുള്ളത്. അപ്പോൾ മുരിങ്ങയില കൊണ്ട് എങ്ങനെയാണ് ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടികട്ടിയുള്ളൊരു പാത്രം വേണം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നന്നായിട്ട് ചൂട് നിലനിർത്താൻ പറ്റും. ചീനച്ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 7 ബദാമാണ്. ബദാം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരുത്തുള്ള മുടി നൽകുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ച ഒന്നാണ് ബദാം. മുടി കൊഴിച്ചിൽ കുറക്കുകയും മുടിക്ക് ആവശ്യമുള്ള കരുത്തും ആരോഗ്യവും നൽകുന്നു. ബദാം നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയില ഇട്ട് കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. മുരിങ്ങയില കണ്ണിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടി തഴച്ച് വളരാനും മുടി നല്ല കറുപ്പ് കിട്ടാനും വളരെ നല്ലതാണ്. മുരിങ്ങയില ആൻറ്റി ഫംഗൽ ആയതുകൊണ്ട് തലയോട്ടിയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറ്റുന്നു. വൈറ്റമിൻ സി അടങ്ങിയത് കൊണ്ട് തന്നെ അകാല നിറം മാറ്റാനും നല്ല കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്നുണ്ട്. മുരിങ്ങയിലയിൽ അമിനോ ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് താടിയിലും മുടിയിലൊക്കെ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോയിട്ട് കാണാം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ മുരിങ്ങയില നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് മുടി പോയ ഭാഗത്ത് തേച്ച് കൊടുത്താൽ മതി. മുടി കൊഴിഞ്ഞതെല്ലാം പോയി പുതിയ മുടി കിളിർത്ത് വരാൻ സഹായിക്കുന്നതാണ് ഈ മുരിങ്ങയില. ഇനി ഈ ഇലയുടെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. ഈ സമയത്താണ് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ കരിയിച്ചെടുക്കണം. കറിവേപ്പിലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മുടി നല്ല കറുത്ത് വരാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ മുടി തഴച്ച് വളരാനും നല്ല കട്ടിയിൽ ഉള്ളോട് കൂടിയ മുടി വളരാനൊക്കെ കറിവേപ്പില വളരെ നല്ലതാണ്. നമുക്ക് വിശ്വസിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയ 2 ഇലകളാണിത്, മുരിങ്ങയിലയും കറിവേപ്പിലയും. അത്രയും ഗുണങ്ങളാണ് നമ്മുടെ മുടിക്ക് ഈ 2 ഇലയും തരുന്നത്. ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് ഈ കറിവേപ്പിലയും മുരിങ്ങയിലയും ഒക്കെ ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്തിയാൽ ഈ അകാല നിരയും മുടി കൊഴിച്ചിലും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ സഹായിക്കും. മുരിങ്ങയിലയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ കറിവേപ്പില കൊണ്ടുള്ള ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കൂടി കണ്ടു നോക്കുക. കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ എല്ലാ ഇലയും ഒരുപോലെ കരിഞ്ഞ് കിട്ടുള്ളൂ.
കറിവേപ്പിലയും മുരിങ്ങയിലയും ഒക്കെ കളറൊക്കെ മാറി ഇതാ കറുപ്പ് കളറായി വരുന്നുണ്ട്. ഇത് പോരാ, നല്ല പോലെ ഒന്ന് കരിച്ചെടുക്കുക തന്നെ ചെയ്യണം. ഇലകളെല്ലാം നല്ല പോലെ തന്നെ കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ വറുത്ത് വെച്ചത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കണ്ടിട്ട് നല്ലൊരു കറുപ്പ് കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ഒന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഈ ഒരു ബൗളിലേക്ക് അരിച്ച് മാറ്റാം. സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ മുടി നരയുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 ടീസ്പൂണാണ് ഈ പൊടി എടുക്കുന്നത്. ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ചില്ലിൻ്റെ കുപ്പിയിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഹെയർ പാക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടത് കടുകെണ്ണയാണ്. നമ്മൾ എത്രയാണോ ഈ ഒരു പൊടി എടുത്തിട്ടുള്ളത് അതേ അളവിലാണ് ഞാൻ ഈ കടുകെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണ് കടുകെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ലൂസായി പോകും. കടുകെണ്ണ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ ഓൺലൈനായിട്ടും കിട്ടുന്നതാണ്. കടുകെണ്ണയ്ക്ക് പകരം കറ്റാർ വാഴയോ അതോ വെളിച്ചെണ്ണയോ വേറെ ഏത് ഓയിൽ ചേർത്താലും ഈ പറയുന്ന റിസൾട്ടൊന്നും കിട്ടുകയില്ല. നമ്മളിത് തലയിൽ തേക്കേണ്ടത് കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ആണ്. 1 മണിക്കൂർ മുന്നേ തേച്ച് വെച്ചിട്ട് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഷാമ്പു വാഷൊക്കെ ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇത് തരുന്നത്. ഷാമ്പു ഇട്ടെന്ന് വെച്ചിട്ട് മുടി അങ്ങനെ വെളുക്കൊന്നുമില്ല, നല്ല കറുപ്പ് തന്നെ നിലനിൽക്കും. അപ്പം ഞാനിതൊന്ന് കയ്യിലെടുത്തിട്ട് കാണിച്ചു തരാം. നോക്കൂ, അത്രയും നല്ലൊരു കറുപ്പ് കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇത് എടുത്ത് കാണിക്കുന്നത് മാത്രമല്ല, മുടി തേച്ച് വെച്ചാൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് തരുന്നത്. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയ ശേഷം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മുരിങ്ങയില കൊണ്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി, നമസ്കാരം.